ഹലോ ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ അബുദാബിത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന പെട്ടിയിൽ എന്തൊക്കെയാണെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അബുദാബിത്തെ വിശേഷങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന പെട്ടിയിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും കൂടി ഉണ്ടാവും. പെട്ടിയൊക്കെ ഒരു 3 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ. ഇതാ വലിയൊരു പെട്ടി ഇതാട്ടോ. ഇത് മൊത്തം ഞങ്ങളുടെ ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങൾ 3 ആളുടെയും ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഒരു പെട്ടി ഫുള്ള് ആ ഡ്രസ്സ് ചെയ്തു. പിന്നെ അതാ ഞാൻ വാങ്ങിച്ചത് ചെരുപ്പുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ചെരുപ്പ് കിട്ടാഞ്ഞിട്ടല്ല, എന്നാലും നമുക്കൊരു മനസ്സിന് ഇഷ്ടമായ മോഡലൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അവിടെ നല്ല മോഡലിലുള്ള ചെരുപ്പുകളുണ്ട് കേട്ടോ. ഷൂ ഉണ്ട്, ചെരുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഷൂവിനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെരുപ്പാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. മിതമായ റേറ്റിലുള്ള ചെരുപ്പ് നോക്കി വാങ്ങിയതാണ്. നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് റേറ്റ് ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ എന്നാലും നല്ല ഈട് നിൽക്കും കേട്ടോ. നല്ല ഉറപ്പുള്ള ചെരുപ്പാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ചപ്പലുണ്ട്. അപ്പോൾ ഇത് അംബാസ്ക്ക് അന്ന് എയർപോർട്ടിൽ കൊണ്ടുവന്നാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെരുപ്പ് പൊട്ടിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അംബാസ്ക്ക് വിളിക്കാൻ വന്നപ്പോൾ ചെരുപ്പ് കൊണ്ട് വന്നതാണ് കേട്ടോ. ആ ചെരുപ്പാണത്. അപ്പോൾ അങ്ങനെ ചെരുപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മോൾക്കും ഒരേ സൈസാണ് കേട്ടോ. പിന്നെ അതേപോലെ ബാഗ് വാങ്ങിച്ചു കേട്ടോ. ബാഗ് കുറച്ചൊക്കെ ഒരു വെറൈറ്റി കണ്ടപ്പോൾ വാങ്ങിയതാണ്. അവിടെ നല്ല ഭംഗിയുള്ള ബാഗുകളുണ്ട് കേട്ടോ. ബാഗും ചെരുപ്പും നല്ല കളക്ഷൻസാണ്. അപ്പോൾ അംബാസ്ക്കൊന്നും പോയി വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരൊന്നുമില്ല കേട്ടോ. അവർക്ക് അത്ര അറിയില്ല, എടുക്കലറിയില്ല. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ പോകുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഞാൻ 2 ബാഗ് വാങ്ങിച്ചിട്ടോ. പിന്നെ കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയത്തിക്കും നാത്തൂനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എനിക്ക് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മിതമായ റേറ്റിലുള്ള ഒരു ബാഗും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇനി ചൂടൊക്കെ വരില്ലേ. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. ഒരു വലിയ കടയില്ല, എന്നാലും മീഡിയം ഒരു കട. അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ മാക്സി. അപ്പോൾ എനിക്ക് തോന്നി നല്ല തുണിയാണ്, നല്ല കുനുകുനാനത്തെ തുണിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 3 എണ്ണം ഞാൻ എനിക്ക് വാങ്ങിച്ചു. കൊടുക്കാൻ 1-2 എണ്ണം വേറെയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇനി ചൂടത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് മാക്സിനെ വാങ്ങിച്ചത്. അപ്പോൾ ഒരു വെറൈറ്റി കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. തുണി ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ അതേപോലെ പർദ്ദ ഞാൻ അത്ര അങ്ങോട്ട് യൂസ് ചെയ്യലില്ല കേട്ടോ. ഞാൻ ചുരിദാർ തന്നെയാണ് അധികം ഉപയോഗിക്കൽ. അപ്പോൾ അനിയത്തിക്കും ഉമ്മാക്കൊക്കെ പർദ്ദ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല ക്ലോത്തും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു പർദ്ദ എടുത്തു കേട്ടോ. ആ പർദ്ദ ഇട്ടിട്ടാണല്ലോ ഞാൻ വന്നത്. അത് പർദ്ദ ഇട്ടു എന്ന് നമുക്ക് തോന്നില്ല കേട്ടോ. അത്രയും നല്ല ക്ലോത്താണ്, നല്ല ബ്ലാക്ക് കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല പർദ്ദൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ പർദ്ദ എടുത്ത അവിടെ നിന്ന് തന്നെ, ആ ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഞാനിത് ആ മോതിരം കണ്ടപ്പോൾ വാങ്ങിച്ചു കേട്ടോ. ഇതേറ്റവും ചെറിയ സൈസിലുള്ള മോതിരമാണ്, പക്ഷെ എന്നാലും എനിക്ക് ഇച്ചിരി ലൂസ് ഉണ്ട് കേട്ടോ. എൻ്റെ വിരൽ അത്ര വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ലൂസാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എന്താ പറയുക, കളറൊന്നും പോവാത്തൊരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ മോൾക്കൂടെ അങ്ങനെ അത് വിചാരിച്ചിട്ട് ഒരു 3 എണ്ണം വാങ്ങിച്ചതാണ്. നല്ല വെറൈറ്റി മോഡലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ വള ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ. വള തീരെ കളറൊന്നും പോവാതെ കല്ലൊക്കെ വെച്ച വളയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വലിയ ഷോപ്പിംഗ് സെൻറ്ററൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് പോലും ഞങ്ങൾ എത്തിയിട്ടില്ല. ടൈമും ഇല്ല, പോരാൻ സമയമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അതെടുത്ത് പോന്നു കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ കെട്ടിയപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന്. കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നല്ല ഉരുണ്ട കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എൻ്റെ കൈ കുറച്ച് ഞരമ്പൊക്കെ നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് തെളിഞ്ഞ് കാണുന്ന കൈയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഉരുണ്ട കൈയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ.
വാങ്ങാൻ നിന്നാൽ ഇഷ്ടംപോലെ വാങ്ങിക്കാണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പറയണ്ട, നല്ല ഭംഗിയുള്ള പിന്നെ അറേബ്യൻ സ്റ്റൈലിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിമക്കൊന്നും നോക്കാൻ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യമൊക്കെ പോകുമ്പോൾ പോകാൻ വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 മോതിരം അതിൻ്റെ കൂടെ വാങ്ങിച്ചത്, ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും. നേരത്തെ ഞാൻ ബ്ലാക്കല്ലേ കാണിച്ച്, അപ്പോൾ അതേ കളറിൽ റെഡും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവിടുത്തെ അറബി പിന്നെ ഉമ്മച്ചിമാരൊക്കെ ഇടുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് പലാസ വാങ്ങിച്ചിട്ടോ. എന്താ പറയുക, പലാസ എന്നല്ല നമ്മൾ പറയൽ. അപ്പോൾ അത് പിന്നെ വലിയ റേറ്റ് ഒന്നുമില്ല, നല്ല ക്ലോത്തുമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് കുറച്ച് വാങ്ങി. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അത് കുറച്ച് വാങ്ങിയിട്ടാണ്. അങ്ങനെ ഒരുപാട് റേറ്റിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ മിതമായ റേറ്റ് നോക്കി അങ്ങനെ വാങ്ങിച്ചതാണ്. എന്നാൽ നല്ല ക്ലോത്തുമാണ് കേട്ടോ. പിന്നെന്താന്ന് പറഞ്ഞാൽ പിന്നെ അവർ കുട്ടികൾ ഉസ്താദുമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അവരെന്തൊക്കെ ചോദിച്ചു, ഇങ്ങനെ അത്ര അവർക്ക് വേണമെന്നൊക്കെ പറയുന്ന കുട്ടികൾ. പിന്നെ എനിക്ക് ഒഴിച്ചിടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ മൂവ്. അപ്പോൾ അതും എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വേദനയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പുരട്ടലാണ് പണി. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ യാഡ്ലിൻ്റെ പൗഡർ, അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങി. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതെന്താ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ കാണിക്കുകയാണെന്നത്. പിന്നെ നമുക്ക് അത്രയും ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഭവമാണ് കേട്ടോ. അപ്പോൾ അബുദാബിയിലുള്ള എല്ലാ വിശേഷങ്ങളും നിങ്ങളെ അറിയിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്നതും കൂടെ എന്താണെന്ന് കാണിക്കണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത് കുറച്ച് മുടിയിലിടുന്ന ബണ്ണൊക്കെയാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ ഇട്ടതാണ്, പെറുക്കിയിട്ടതാണ്. മുടിയിലിടുന്നതൊക്കെ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ മാല, കുട്ടികൾക്കുള്ള മാലയാണ്, ഒന്ന് മോൾക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാനും. പിന്നെ കുറച്ച് സ്പ്രേ ഉണ്ട്, അതിൽ കുറച്ചൊക്കെ കൊടുത്തു, ഇനി കൊടുക്കാനുണ്ട്. പിന്നെ വാങ്ങിയത് നമ്മൾ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് അന്ന് ദുബായി പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഗ്ലാസ്സൊക്കെ വെച്ച് കണ്ട് അല്ലേ, അപ്പോൾ നമ്മളും വാങ്ങിയൊരെണ്ണം. ദുബായിലൊക്കെ പോയപ്പോൾ ഒന്ന് വെക്കാമെന്നൊക്കെ വിചാരിച്ചു, ഒന്ന് സ്റ്റൈലാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. അന്ന് കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്, ലേഡീസിനും ജെൻസിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. ഇതാട്ടാ കണ്ണടൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മൂത്ത മോൻ പോന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവന് വേണ്ടത് പിന്നെ ഒമാൻ ചിപ്സ്, അതേപോലെ എന്താ മാമൂല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, അവനിതൊക്കെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനിതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ കുറേ ഫ്രണ്ട്സിനും ഒക്കെ അവന് വിതരണം ചെയ്തു. പിന്നെ നമ്മളെ വീട്ടിലേക്കുള്ള പാൽപ്പൊടി, പിന്നെ എന്താ പറയുക ഫയറി, പിന്നെ അവിടെ ഓഫറിൽ പിന്നെ എന്താ പറയുക ന്യൂട്രൽ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ മിഠായികളൊക്കെ അതേപോലെ പാക്കാക്കി ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എല്ലാവർക്കും കൊടുത്ത് മിഠായി മൊത്തം തീർന്നു കേട്ടോ. ഇനിയും കൊടുക്കാൻ കിടക്കുന്നുണ്ട്, ഇനി കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വേണ്ടി വരും കേട്ടോ. അത്രയും അങ്ങനെ സ്കൂൾക്കും മദ്രസക്കും ട്യൂഷനൊക്കെ കൊടുത്തപ്പോഴേ അങ്ങനെ കുറേ പേർക്ക് കൊടുക്കാണ്ടായിരുന്നു. പിന്നെ മോള് അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പെട്ടിയിലുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വാങ്ങിച്ച് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ മക്കളെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്താ പറയുക, പിന്നെ ഒരുപാട് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല. ഒക്കെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.